ഹലോ, നമസ്കാരം. ഈ ബുദ്ധിജീവികളുടെ ഒരു പ്രധാന സംഘമാണ് ഇടതുപക്ഷം. അതിൽ തന്നെ CPM എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴും. എവിടെ നോക്കിയാലും ബുദ്ധിജീവികളാണ്. സോഷ്യൽ മീഡിയ ബുദ്ധിജീവികളെ കൊണ്ട് തട്ടിത്തടഞ്ഞ് നടക്കാൻ വയ്യ. പത്രമാധ്യമങ്ങളും മീഡിയകളൊക്കെ നടത്തുന്നത് ബുദ്ധിജീവികളാണ്. യൂട്യൂബ് ചാനൽ പോലും നടത്തുന്നത് പ്രധാന ബുദ്ധിജീവികളാണ്. പാർട്ടിയിലാണെങ്കിൽ താഴെ തട്ട് മുതൽ മേൽത്തട്ട് വരെ ബുദ്ധിജീവികളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ബുദ്ധിജീവികളുടെ ബുദ്ധിജീവിയാണ് പാർട്ടി സെക്രട്ടറി പോലും. പക്ഷേ ഈ ബുദ്ധിജീവികൾക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ തോറ്റു കഴിഞ്ഞാൽ തോറ്റുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തോൽവിക്ക് കാരണം ഈ സൈബർ സോഷ്യൽ മീഡിയ ഇടത്തിലുള്ള ചില ബുദ്ധിജീവികളുടെ പ്രവർത്തനങ്ങളാണ് എന്ന് ചില അവലോകന വാർത്തകളിലൊക്കെ കാണുകയുണ്ടായി. അത് ഏറെക്കുറെ സത്യവുമാണ്. കാരണം ഇവർ ഈ സംഘടിതമായിട്ട് നുണകൾ പറയുക, സംഘടിതമായിട്ട് ആക്രമിക്കുക, ഇവർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ പ്രചാരണങ്ങളെ ശക്തിപ്പെടുത്തുക. അത് നാടിൻ്റെ മൊത്തത്തിലുള്ള അഭിപ്രായമാണ്, വികാരമാണെന്നൊക്കെ വരുത്തി തീർക്കുക. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ നേതാവിൻ്റെ ജനപ്രീതി ഇടിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അനിവാര്യമായിട്ടുള്ളൊരു തോൽവി ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ നടത്തുന്ന ഒരു ഏർപ്പാടായിട്ട് ആളുകൾക്ക് ബോധ്യപ്പെടും. പക്ഷെ അത് ബോധ്യപ്പെടാത്തൊരു വിഭാഗം ഇവർ മാത്രമായിരിക്കും. ഈ പുറത്തു വന്ന ആരോപണത്തിനെ വളരെ ശക്തമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് നേരിട്ട്. ഏത് അന്വേഷണത്തിനെ സ്വാഗതം ചെയ്യുക മാത്രമല്ല, അന്വേഷണം നിർബന്ധമായിട്ടും വേണം എന്നുള്ള തരത്തിലൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇത്തരത്തിലൊരു നേതാവ് പ്രതികരിക്കുന്നത്. തനിക്ക് നേരെ വരുന്ന ചില പരാതികളെ, ചില കാര്യങ്ങളൊക്കെ അന്വേഷണം അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. വലിയ പിന്തുണ അദ്ദേഹത്തിന് കിട്ടി. സത്യത്തിൽ ഇവർ ലക്ഷ്യം വെച്ചതല്ല സംഭവിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഗ്രാഫ് കുത്തനെ ഉയരാൻ മാത്രമാണ് ഇതൊക്കെ ഉപകരിക്കുള്ളൂ. കാരണം ഈ പുനർജനി ഇവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരുടെ വിജിലൻസ് തന്നെ അന്വേഷിച്ച് ക്ലീൻ ചിറ്റ് നൽകിയ ഒരു കാര്യമാണ്. അതിൻ്റെ വാർത്തകളൊക്കെ ഇപ്പം ചാനലുകൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രളയത്തിലകപ്പെട്ട സാധു മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ആ മണ്ഡലത്തിലുള്ള പകുതിയോളം ആളുകൾ. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ ഇത്തരം ആരോപണങ്ങളുമായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയെ തന്നെ സമീപിക്കുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്താണ്? അതിൽ വല്ല മാറ്റങ്ങളും വന്നോ? ചില ഘട്ടങ്ങളിലാവാം, ചില ഘട്ടങ്ങളിൽ അരുത് എന്നുള്ള സമീപനമാണോ? ഒരു ഘട്ടത്തിൽ CBIക്ക് എതിരാവും, അതുപോലെ ED ക്കെതിരാവും. മറ്റേ ഘട്ടത്തിൽ ഇവരൊക്കെ ക്ഷണിച്ചു കൊണ്ടുവരും ചെയ്യും. ഇതാണ് ഈ അന്വേഷണത്തിൻ്റെ ചില പുതിയ രീതികളൊക്കെ. എന്തായാലും സ്വന്തം കാലിലേക്ക് വെടിവെക്കുന്ന ഏർപ്പാടായി പോയി. പ്രതിപക്ഷ നേതാവിനെ എന്ത് ചെയ്യാനാണോ നിങ്ങൾ തീരുമാനിച്ചത് അതിന് നേരെ വിപരീതമായിട്ടുള്ളൊരു ഫലം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് കുത്തനെ ഉയരും. തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം UDF നേടും. ഒരു 80-85 സീറ്റൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ പോലും പറയുമ്പോൾ അതല്ല, നിങ്ങൾക്ക് 100-ഉം അതിലധികവും സീറ്റ് നൽകും എന്നുള്ള തരത്തിലേക്ക് ഇടതുപക്ഷം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേരളത്തിനെ സംബന്ധിച്ച് അതിൻ്റെ ഭാവിക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇത്തരം ഏർപ്പാടുകൾ ഇനിയും തുടരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അപ്പോൾ ശരി.